പൂരം എഴുന്നള്ളിപ്പിന് ബാരിക്കേഡ് കെട്ടിയ പോലീസ് ആ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അതിൽ ഏതേ ഉദ്യോഗസ്ഥന്മാരാണ് ഈ സുരേഷ് ഗോപിയെ കടത്തിവിടാൻ അനുവാദം കൊടുത്തത്? അന്വേഷിക്കണ്ടേ? അതടക്കമുള്ള വീഴ്ചകൾ ആർക്കാണ് പറ്റിയിരിക്കുന്നത്? ഒരു കാരണവശാലും നമ്മുടെ ദേവസ്വം ബോർഡുകൾ, 2 ദേവസ്വം ബോർഡിൻ്റെയും ദേശത്തിൻ്റെയും ആളുകൾ, ഈ 2 ദേശത്തിലെ ആളുകളും ഈ പൂരം അലങ്കോലപ്പെട്ടതിൽ ഉത്തരവാദികളല്ല, അവിടുത്തെ ജനങ്ങൾ. കാരണം അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ പൂരത്തിൻ്റെ ചടങ്ങുകൾ അതിൻ്റെ പ്രൗഢിയോടും ഭംഗിയോടും കൂടി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ പൂരം നടത്തുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദേവസ്വങ്ങൾ. ആ ദേവസ്വങ്ങളോ ആ ദേശത്തെ ജനങ്ങളോ പൂരം അലങ്കോലപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല. എന്നാൽ പൂരം അലങ്കോലപ്പെട്ടാൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊപ്പം നിന്ന ആരൊക്കെയുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളും സംശയങ്ങളും ചില തെളിവുകളും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പാകെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരന്വേഷിച്ച് കാര്യങ്ങൾ പുറത്തുവിടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതോടൊപ്പം രാഷ്ട്രീയ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു FIR രജിസ്റ്റർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ FIRൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ വീണ്ടും എൻ്റെ അടിയിൽ വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഉന്നയിച്ച സംശയങ്ങൾ അവരാണ് വ്യക്തത വരുത്തേണ്ടത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വ്യക്തത വരുത്താനുണ്ടെങ്കിൽ വീണ്ടും എന്നോട് ചോദിച്ചാൽ ആ കാര്യങ്ങൾക്കുള്ള മറുപടി ഞാൻ കൊടുക്കുന്നതാണ്. ഞാൻ ദേവസ്വം എന്ന പേരിൽ കുറ്റം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ദേവസ്വത്തെ കുറ്റപ്പെടുന്നതല്ല ശരി, ആ ദേശക്കാരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ആളുകൾക്ക് പൂരം മേളം നിർത്തിവെക്കാൻ ആരാണ് പറഞ്ഞത്? ഏതെങ്കിലും ഒരാൾ പറയാതെ മേളം നിർത്തില്ലല്ലോ. ഈ ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ ആരെങ്കിലും പറയാതെ വെറുതെ ലൈറ്റ് ഓഫ് ആവുമോ? ഞങ്ങൾ ആനകളെ മുഴുവനും മാറ്റി ഒരൊറ്റ ആനപ്പുറത്ത് മാത്രം പോയാൽ മതിയും തീരുമാനിക്കുന്ന ആരാണ്? അതാരാ പറഞ്ഞിരിക്കുന്ന ആരാ? അത് ഏത് തീരുമാനപ്രകാരമാണ്? അതുപോലെ വെടിക്കെട്ട് ഞങ്ങൾ നടത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് ആരുടെ തീരുമാനപ്രകാരമാണ്? ആരാണ് പ്രഖ്യാപിച്ചത്? നമ്മൾ ശുഭപ്രതീക്ഷയുള്ളതുകൊണ്ടാണല്ലോ അന്വേഷണത്തിന് അവർ മുമ്പാകെ വന്നിരിക്കുന്നത്. നമ്മൾ സർക്കാർ അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കും എന്ന നിലയിലാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത്, ഇനി നടക്കാനിരിക്കുന്ന പൂരങ്ങൾക്ക് ഇത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനിയുള്ള ഇത്തരം വിവാദങ്ങളും ഇത്തരത്തിലുള്ള വലിയ പരസ്പരമുള്ള ചില ആരോപണങ്ങളൊന്നും ഇനി നടക്കാൻ പോകുന്ന പൂരത്തിന് ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിന് കളങ്കമുണ്ടാക്കാൻ പാടില്ല. ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം പറയുന്നത്. മാത്രമല്ല, തൃശ്ശൂർ പൂരം പോലുള്ള പൂരം രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താനുള്ളതല്ല. ഇപ്പോൾ വീണ്ടും പ്രതിസന്ധിയിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആനകൾ എഴുന്നള്ളിക്കുന്നതിന് എതിരായിട്ടുള്ള ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു. അതിനു മുമ്പ് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു. കേന്ദ്രം നിയമം കൊണ്ടും കോടതി വിധി കൊണ്ടും പൂരങ്ങളെ ഇപ്പോൾ പ്രശ്നത്തിലാക്കിയിരിക്കുകയാണ്. അത് പരിഹരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണത്. അപ്പോൾ തൃശ്ശൂർ നമ്മുടെ ആനകൾ എഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഉൾപ്പെടെയുള്ള ദേവസ്വങ്ങൾ എടുക്കുന്ന നിലപാടുകളോട് പൂർണ്ണമായിട്ടും ഞങ്ങൾ യോജിക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ ഇവിടെ സംശയമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ ഈ നിയമം വരുന്നതിന് 2 മാസം മുമ്പാണ് കേന്ദ്രമന്ത്രി തൃശ്ശൂരിലൊരു ഉന്നതതല യോഗം വിളിച്ചു. പെസോൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത യോഗമാണ്. അത് കഴിഞ്ഞിട്ട് പാലക്കാട് അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഒരു യോഗം അദ്ദേഹം വിളിച്ചു കൂട്ടി. ഈ യോഗങ്ങളിലെല്ലാം എടുത്ത തീരുമാനം എന്തായിരുന്നു? ഈ ദേവസ്വം ബോർഡുകളെല്ലാം പറഞ്ഞത് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പൂരങ്ങൾക്ക് ഇപ്പോൾ പെസോ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ അതിൽ വെട്ടിക്കുറവ് വരുത്തിക്കൊണ്ടുള്ള ചട്ടമായിരിക്കണം വരേണ്ടത്. അത് കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ മീറ്റിംഗ് നടത്തിയത്. സംഭവിച്ചെന്താണ്? മീറ്റിംഗ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ അംഗമായിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനും കൂടി ബന്ധമുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് എടുത്ത തീരുമാനം എന്താ? ഇപ്പോഴുള്ള അവസരം പോലും നിയന്ത്രണം പോലത്തിനേക്കാൾ അപ്പുറത്തുള്ള നിയന്ത്രണം കൊണ്ടുവന്ന് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള എല്ലാ പൂരങ്ങളുടെയും വെടിക്കെട്ടുകൾ നടത്താൻ കഴിയാത്ത സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ 2 കാര്യങ്ങളും ഇന്ന് പൂരങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ഇത് പരിഹരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സന്ദർഭമാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൂട്ടായ്മയുണ്ട്. അതിലൊക്കെ ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഒന്നായി നിൽക്കേണ്ട സന്ദർഭം ആയതുകൊണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ ഒക്കെ അന്വേഷിച്ച് അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോട്ടെ. പൂരം അടുത്ത വർഷത്തെ പൂരം ഏറ്റവും ഭംഗിയായി നടക്കാൻ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.